ഈ ഏറ്റവും ഒടുവിലായി നടന്ന ആക്രമണത്തിൻ്റെ കാഷ്വാലിറ്റീസ് അതിന് ഡാമേജ് വലുതായിരിക്കും എന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ലെബനൻ്റെ ഔദ്യോഗിക ഏജൻസികളുടെ ഭാഗത്തു നിന്നെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹിസ്ബുള്ള കമാൻഡർമാർ ആരെങ്കിലും ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ മുജീബ്? ഹിസ്ബുള്ള കമാൻഡർമാരെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണമാണ് ഇത് എന്ന കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്ന തരത്തിലുള്ള പ്രതികരണം ലബനാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ലബനാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു നജീബ് മീക്കാത്തിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല, ഒരു വെടിനിർത്തൽ ചർച്ചാ സാധ്യതകളെ പോലും തള്ളിക്കളയുന്ന തരത്തിലേക്കാണ് നെതന്യാഹു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വേണം ബെയ്റൂത്തിൻ്റെ ഈ ആക്രമണത്തെ കാണേണ്ടത് എന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ലബനാൻ റെഡ് ക്രസൻറ്റ് വിഭാഗം അവർ വലിയ തരത്തിലുള്ള സന്നാഹങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നോ ഏത് തരത്തിലുള്ള വ്യാപ്തിയാണ് ഈ ആക്രമണത്തിലുള്ളത് എന്നോ ഇപ്പോൾ പറയാനാവില്ല. അവരുടെ കയ്യിലുള്ള മുഴുവൻ ആംബുലൻസുകളും ഈ വഴിയിലേക്ക് അവർ തിരിച്ചുവിട്ടിട്ടുണ്ട്. അവിടെ ധാരാളമായ ആളുകൾ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ എടുക്കാൻ, ആളുകളെ രക്ഷപ്പെടുത്താനും അതുപോലെ രക്ഷാപ്രവർത്തനവും അതുപോലെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. നേരത്തെ MC നാസർ സൂചിപ്പിച്ചതുപോലെ കരയുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 റിസർവ് ബ്രിഗേഡ്സിനെ ഇങ്ങോട്ടേക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നു. തങ്ങൾ ഏത് നിമിഷവും ലബനാനിലേക്ക് കടന്നു കയറാനുള്ള ഒരുക്കത്തിലാണ് എന്ന് സൈനിക വക്താവ് തന്നെ വ്യക്തമാക്കുന്നു. അതിനുശേഷം 2 റിസർവ് ബ്രിഗേഡുകളെ ലബനാൻ അതിർത്തിയിലേക്ക് വേണ്ടി അണിനിരത്തി കഴിഞ്ഞിരിക്കുന്നു. അവർ ഈ ബ്രിഗേഡ് 6 അതുപോലെ 228 എന്ന 2 ഗ്രൂപ്പുകളെയാണ് ഇതിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. ഈ തരത്തിൽ ഏത് നിമിഷവും ഒരു കരയുദ്ധത്തിലേക്കും കരയാക്രമണത്തിലേക്കും കടക്കാനിരിക്കെ അതിൻ്റെ മുന്നോടിയായാണ് ഈ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തന്നെ, ഒരു ആസ്ഥാനത്തേക്ക് തന്നെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് വലിയ തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും ഈ ഒരു ആക്രമണത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. അതിൻ്റെ ഒരു വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഹിസ്ബുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എങ്കിൽ കൂടി ബെയ്റൂത്തിൽ ഇന്ന് ഈ ബെയ്റൂത്തിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ഈ ലാഹിയ പട്ടണത്തിലുണ്ടായിരിക്കുന്നത് ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും വലുതാണ് എന്ന് മാത്രമാണ്, ഏറ്റവും കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ആക്രമണമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാനാവുക. ശരി, ബെയ്റൂത്തിൽ ഏറ്റവും ഒടുവിലായി നടന്നിരിക്കുന്നത് വലിയ ആക്രമണമാണ്. എത്ര പേർ അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്? ഹിസ്ബുള്ളയുടെ കമാൻഡർമാരുണ്ടോ? അതിൻ്റെ ആൾനാശം, അതിൻ്റെ കാഷ്വാലിറ്റീസ് ഒന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ അതിൻ്റെ വ്യക്തത വരൂ. എന്തായാലും ഈ വ്യോമാക്രമണത്തിനൊപ്പം കരയാക്രമണത്തിനു കൂടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നതോടുകൂടി മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. MC നാസറും മുജീബ് റഹ്മാനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.